പവിത്രേട്ടനും കൂടെ പോവാ. ഇനി ഇന്ന് ഡോക്ടറും ആലീസും കൂടെ വീട് മാറുമല്ലേ, അന്നേരം അവിടം വരെ ഒന്ന് പോകണം. അവരുടെ പാക്കിങ് എന്തായതെന്ന് അറിയണം. പിന്നെ 1-2 സ്ഥലങ്ങളിൽ കയറാനുണ്ട്. പിന്നെ വൈകുന്നേരം ഒരു വണ്ടിയും വിളിച്ചോണ്ട് അവിടെ നിന്ന് ചെല്ലണം. ഇതിന്റെയൊക്കെ പിറകെ നടന്ന കാശ് വല്ലതും കിട്ടുമോ പവിത്രേട്ടാ? ഇനി കാശല്ല, ഡോക്ടറുമായിട്ടുള്ള ഒരു ബന്ധമാണ് നമുക്ക് പ്രധാനം. നിനക്കറിയോ, അവരവിടെ വന്ന കാലം മുതൽ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് ഞാനാണ്. ഡോക്ടർ ആ വീട്ടിൽ വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, പരിചയമില്ലാത്ത സ്ഥലമാണ്, എല്ലാ സഹായത്തിനും പവിത്രം വേണമെന്ന്. അപ്പം ഞാൻ പോകാതിരിക്കാൻ എനിക്ക് കൊണ്ട് പറ്റുമോ? സഹായിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ അതിനുള്ള കൂലിയും കൂടെ വാങ്ങണം. ഇനി സത്യം പറഞ്ഞാൽ അവർക്ക് ആ വീടെടുത്ത് കൊടുത്ത കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് നെഞ്ചിടിപ്പാണ്. അതന്നെ. അവർക്ക് മുമ്പേ വന്ന വാടകക്കാരല്ല ഈ സത്യപാല സാർ ഓരോ കള്ളത്തരം പറഞ്ഞു വിടും. അവസാനം സാർ അറിയാതെയാണ് ഞാൻ ഈ ഡോക്ടറെ കൊണ്ടുവന്നത്. ഡോക്ടർ വന്ന ദിവസമാണ് സത്യപാല സാർ ഇത് അറിയുന്നത്. അന്ന് എനിക്ക് ചെവിന് കിട്ടി. എനിക്ക് പവിത്ര, ഏത് അലവലാതിയുടെ ഇവിടെ താമസിക്കാൻ വരുന്നത്? അലവലാതിയോ? എന്റെ സാറേ, ഇവിടെ താമസിക്കാൻ വരുന്ന ആരാണെന്ന് അറിഞ്ഞാൽ സാറ് ഞെട്ടും. എന്താ വല്ല തീവ്രവാദിയാണ്? തീവ്രവാദിയൊന്നുമല്ല, നല്ല ഡീസന്റ് മനുഷ്യനാണ്. തങ്കപ്പെട്ട സ്വഭാവം, മാന്യൻ, മര്യാദക്കാരൻ. പേര് ജോർജ് കുട്ടി. ജോർജ് കുട്ടിയാ? ഏത് ജോർജ് കുട്ടി? കോട്ടയംകാരനാ. ഇങ്ങോട്ട് സ്ഥലമാറ്റം കിട്ടി വന്നാ. ഭാഗ്യത്തിന് പുള്ളി എന്റെ കയ്യിൽ തന്നെ വന്ന് കേട്ട്. പിന്നെ പടപടയെന്ന് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ. പിന്നെ സാറിനറിയാലോ ഈ പവിത്രന്റെ ഒരു സ്റ്റൈല്. പവിത്രന്റെ സ്റ്റൈൽ അവിടെ നിൽക്കട്ടെ, വരുന്നവന്റെ സ്റ്റൈൽ എങ്ങനെ? സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ജോർജ് കുട്ടി സാർ ചില്ലറക്കാരനല്ല, ഡോക്ടറാണ്. ഡോക്ടറാ? നമ്മുടെ പഞ്ചായത്തിലെ മൃഗാശുപത്രി 3 മാസമായിട്ട് ഡോക്ടർ ഇല്ലാതെ ഇരിക്കുമല്ലായിരുന്നോ? അങ്ങോട്ട് സ്ഥലം മാറി വന്ന പുതിയ ഡോക്ടറാണ് ജോർജ് കുട്ടി സാറ്. മൃഗഡോക്ടറാ? അതിനാണോ നീ ഭയങ്കര ഡോക്ടർ എന്ന് പറഞ്ഞ്? പിന്നെ മൃഗ ഡോക്ടർ എന്നല്ലാതെ പിന്നെ എഞ്ചിനീയർ എന്ന് പറയാൻ പറ്റുമല്ലോ സാറേ. പറഞ്ഞു വരാൻ നേരത്ത് മനുഷ്യരും ഒരു തരത്തിൽ പറഞ്ഞാൽ മൃഗങ്ങളാണല്ലോ. അപ്പൊ പിന്നെ മനുഷ്യരെ ചികിത്സിക്കുന്ന ഡോക്ടർ, മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ തമ്മിൽ എന്നാ വ്യത്യാസം? 2 ഡോക്ടറല്ലേ? നിന്റെ സിദ്ധാന്തമൊന്നും എനിക്ക് കേൾക്കണ്ട. ഇവിടെ വരുന്ന മൃഗം എന്തെങ്കിലും ഉടായ്പ കാണിച്ചാൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന മൃഗം ഇങ്ങോട്ട് പുറത്തിറങ്ങും. പിന്നെ ചവിട്ടി ഞാൻ അവൻ്റെ നട്ടലൊടിക്കുവേ. സാറെന്തിനാണ് ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? ഈ ജോർജ് കുട്ടി സാർ എന്ന് പറഞ്ഞ പക്ക ഡീസന്റ് മാനാ. മാത്രമല്ല പുള്ളിയുടെ ഭാര്യയാണ് ഒരു തങ്കപ്പെട്ട സ്ത്രീ. എന്നാലും എടാ പവിത്ര, ഇവിടെ ഒരു പുതിയ താമസക്കാർ വരുമ്പോൾ നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നല്ലേ? ഞാൻ ഈ അപ്പുറം താമസിക്കുന്ന ആളല്ലേ. സത്യം പറയാലോ, എനിക്കിത് സാറിനോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ആ അപകടം മനസ്സിലാക്കിയത്. എന്തോന്ന് അപകടമെന്നോ? 2 മാസം മുമ്പ് സ്ഥലം മാറി വന്നൊരു വില്ലേജ് ഓഫീസറെ ഞാൻ ഈ വീട് കൊണ്ടുവന്നൊന്ന് കാണിച്ചായിരുന്നു. പുള്ളിക്ക് വീടും ഇഷ്ടപ്പെട്ട് വാടകയും പറഞ്ഞുറപ്പിച്ചു. എൻ്റെ സത്യസന്ധത കൊണ്ട് ഈ കാര്യം ഞാൻ സാറിനോട് വന്നൊന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? അവരെ പിന്നെ കണ്ടില്ലല്ലോ. എന്തിട്ടാ? ഒരാഴ്ച അവരെന്നെ ഇങ്ങോട്ട് വിളിക്കാതെ വന്നപ്പോൾ പിന്നെ ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചു നോക്കി. എൻ്റെ പൊന്നു സാറേ, എൻ്റെ ജീവിതത്തിൽ അമ്മാതിരി തെറി ഞാൻ കേട്ടിട്ടില്ല. നീയൊക്കെ കൂടെ ചേർന്ന് എന്നെ കൊലക്ക് കൊടുക്കാൻ പോവാനോടാ പാന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങിയില്ലേ ബഹളം. വീട്ടിൽ പ്രേതം ഉണ്ടെന്ന് സ്ഥലം SI തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ആ വീട്ടിൽ എനിക്ക് വന്ന് താമസിക്കാൻ വട്ടാണോടാന്ന് ചോദിച്ച് തെറിവിളി അങ്ങോട്ട് തുടങ്ങിയില്ലേ. അന്നേരമാണ് എനിക്ക് ഈ കാര്യത്തിന്റെ കിടപ്പുവശം മനസ്സിലായത്. പവിത്ര നീ പറയുന്നേ? ഞാനെന്തിനാ അങ്ങനെയൊക്കെ പറയണേ? എനിക്ക് എന്താ അതിന്റെ ആവശ്യം? നമുക്ക് അയൽവക്കത്ത് ആള് വരുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? അങ്ങനെ ഒരു മുൻ അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ റിസ്ക് എടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചത്. സാർ എന്നോട് ക്ഷമിക്കണം. സാറേ, സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവിടെ വരാൻ പോകുന്ന ജോർജ് കുട്ടി സാറിന് ഇഷ്ടപ്പെടും. പവിത്രേട്ടൻ കാണിച്ചതേ അത്ര വലിയ ബുദ്ധിയുള്ള കാര്യമൊന്നുമല്ല. എന്റെ പവിത്രേട്ട ഈ സത്യപാലൻ സാർ എന്ന് പറയുന്നത് പോലീസുകാരനാ. അങ്ങേരെ കൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപകാരം വരും. അതുപോലാണോ ഈ മൃഗ ഡോക്ടർ? അയാളെ കൊണ്ട് നമുക്ക് എന്നാ ഗുണമാ ഉള്ളത്? അങ്ങനെ ഗുണം തീരെ ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഗുണമുണ്ട്. പവിത്രേട്ടൻ്റെ അമ്മയെ വേണേ നമുക്ക് ഇടയ്ക്ക് കൊണ്ടുപോയി കാണിക്കാം ഈ ഡോക്ടറെ. അല്ല, ഈ കാണ്ടാമൃഗത്തിനെയൊക്കെ ചികിത്സിക്കാനുള്ള എക്സ്പീരിയൻസ് ഈ ഡോക്ടർക്ക് ഉണ്ടാവോ ആവോ? സമയത്രേ? നീ ഇതുവരെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ? ഇവിടെ അടുക്കളയൊക്കെ പറക്കി ഒതുക്ക് പോണ്ടേ? എന്റെ ഇച്ചായ ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇച്ചായൻ അപ്പുറത്തോട്ട് പോയി അവിടുത്തെ കാര്യം എന്തെങ്കിലും നോക്ക്. ഒരു ചായ എടുക്കട്ടെ. ഒരു ചായയും കൂടെ കുടിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഈ വീട്ടിൽ നിന്ന് കിട്ടുന്ന അവസാനത്തെ ചായയല്ലേ? അയ്യോ, ഇത് ഭയങ്കര സെന്റിമെന്റ്സ് ആയി പോയല്ലോ. അതങ്ങനെ അടി. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യമായിട്ട് കൂടുതൽ ഇടപഴകി കഴിഞ്ഞാലേ നമുക്ക് അതിനോടൊരു ഫീൽ ഉണ്ടാവും. ഈ വീട്ടിൽ തന്നെ നമ്മളൊന്നുമില്ലെങ്കിൽ കുറച്ചാൾ ജീവിച്ചേയില്ലേ. നമ്മുടെ ഇണക്കങ്ങള്, പിണക്കങ്ങള്, സ്വകാര്യ നിമിഷങ്ങള്, ഈ വീട്ടിലെ ഓരോ ഇഞ്ചിലും നമ്മളുണ്ടടി. ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പേന ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കാം.
6 മാസം നമ്മൾ ആ പേന ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പേനയോട് നമുക്കൊരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് വരും. കാരണം നമുക്ക് എത്ര ശ്രമിച്ചാലും കളയാൻ തോന്നില്ല. ദാറ്റ് ഈസ് ഒരു ഒരു ബോണ്ട്, ഒരു അറ്റാച്ച്മെന്റ്. ആ അറ്റാച്ച്മെന്റ് തന്നെയായിരുന്നു ഈ ചായ എന്റെയും പേടി. എന്നാത്തിന് നമ്മൾ വന്നിട്ട് ഇപ്പൊ 5-6 മാസമായില്ലേ. ആ ഈ 5-6 മാസമായിട്ട് ഇച്ചായൻ അപ്പുറത്തെ ഉണ്ണിയാഴ്ചയായിട്ട് ഇങ്ങനെ അടുത്തിടപഴകുമല്ലായിരുന്നോ? ആ ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എടി, അയൽവക്കത്ത് താമസിക്കുന്നവരുമായിട്ട് നമ്മൾ മതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അതിൽ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക്, നമ്മൾ വെറുതെ സംസാരിക്കുന്നു. ദർ ഇസ് നോ അറ്റാച്ച്മെന്റ്. അങ്ങനെ സംസാരിച്ചല്ലേ ഇച്ചായ അറ്റാച്ച്മെന്റ് കൂടുന്നത്. അങ്ങനെ സംസാരം കൂടുന്നതിന് മുന്നേ ഇവിടുന്ന് രക്ഷപ്പെട്ടാ മതി എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതെന്തായാലും നടന്നു. ഇച്ചായനൊരു കാര്യം അറിയാമോ? വന്ന അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ കയറി കൂടിയ കരടാണ് ഉണ്ണിയാർച്ച. നിന്റെ മനസ്സിൽ കയറിക്കൂടിയ കരടല്ല, നീ സങ്കല്പിച്ചുണ്ടാക്കിയ കരട്. അവളെ പറ്റി പറഞ്ഞപ്പോ ഇച്ചായന്റെ മട്ടും ഭാവമൊക്കെ മാറിയത്. അവളെ പറ്റി പറഞ്ഞപ്പോഴല്ല, ഞാൻ പറയട്ടെ, കാഷ്വൽ ആയിട്ട് ഞാനൊരു ലോക സത്യം പറഞ്ഞതാ. ഇച്ചായ ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. ഇത് ഇച്ചായന്റെ തെറ്റല്ല, അവളുടെ സ്വഭാവത്തിന്റെയാണ്. ഇച്ചായ വന്ന് കേറിയ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഉണ്ണിയാർച്ചയല്ലേ? മെമ്പർ ഉണ്ണിയാർച്ച. അതെ, എങ്ങനെ മനസ്സിലായി? പൗത്രം പറഞ്ഞായിരുന്നു മെമ്പർ അവിടെ താമസിക്കുന്നതെന്ന്. ഡീസന്റ് പാർട്ടികളാണെന്നും പറഞ്ഞായിരുന്നു. നമസ്കാരം സാറേ. പോയില്ലായിരുന്നോ? പോവാൻ ഇറങ്ങിയതാ, ജീപ്പ് വന്നില്ല. ആണോ? എന്നാ പിന്നെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഞങ്ങളൊന്ന് കേറട്ടെ? അതെ, ഡോക്ടർ പേരെന്താ? മൃഗ ഡോക്ടർ. എന്റെ പേര് ജോർജ് കുട്ടി, ഭാര്യയുടെ പേര് ആലിസ്. ഡോക്ടർ ഇരുമ്പോ എവിടെയായിരുന്നു? പാതാളത്തില്. ഞാൻ കോട്ടയത്തായിരുന്നു. എവിടെ നാള് അവിടെയാണേ? ആലീസിന് ജോലിയുണ്ടോ? ഇല്ല. എന്താവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. എന്താവശ്യം? ഒരാവശ്യമില്ല. അത് പിന്നെ ചോദിക്കത്തില്ലേ? അയൽവൊക്കെ ആവുമ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണ്ടേ? അവിടെ താമസിക്കാൻ ആളില്ലാത്തോണ്ട് ഞങ്ങൾ വലിയ വിഷമത്തിലായിരുന്നു. ഒന്ന് മിണ്ടാനും പറയാനും ആരെങ്കിലും വേണ്ടേ? ഇപ്പോഴാ സമാധാനമായത്. എന്റെ സമാധാനം പോയല്ലോ. അവിടെ ഒരു വാടകക്കാരനെ കിട്ടാനേ സത്യേട്ടൻ എന്തോരം ബുദ്ധിമുട്ടിയെന്നറിയോ? നിങ്ങളെ കണ്ടപ്പോഴാ സത്യേട്ടന് ആശ്വാസമായത് അല്ലേ സത്യേട്ടാ? അതെ അതെ. പൗത്രം പറഞ്ഞായിരുന്നു എന്ത് സഹായം വേണമെങ്കിലും മെമ്പറോട് ചോദിച്ചാൽ മതി, മെമ്പർ ചെയ്തു തരുമെന്ന്. പിന്നെ ഒരു കാര്യത്തിന് കാര്യക്ഷമമായിട്ട് ഇടപെട്ട് അതിനൊരു പരിഹാരം കാണാൻ പെണ്ണ് പോയിട്ടേ ഉള്ള എന്തും ആണ് അതിന് പോരാ. എന്നാ ശരിയല്ലേ? ഇവൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ആലീസ് എന്തോന്നും മിണ്ടാത്തെ? അതിനോട് ചേർത്ത മൃഗം ഉണ്ടെന്നുണ്ടല്ലോ. പരിചയക്കുറവുണ്ടാ. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മിണ്ടിയാ നിർത്തത്തില്ല. വീട്ടിൽ എല്ലാ സാധനവും ഒന്ന് അടുക്കി വെക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ സത്യേട്ട സ്റ്റേഷനിൽ പോ, ഞാനിവിടെ ഉണ്ടാവും. നിനക്ക് പഞ്ചായത്തിൽ പോണ്ടേ? ഇവള് ഭയങ്കര തിരക്കാണ്. ഇവള് വൈകിട്ടേ വരുള്ളൂ. അതായത് ഞാനും വന്നതിന് ശേഷം ഇവള് വരുള്ളൂ. അതുവരെ ഇവിടെ ആരും കാണില്ല കേട്ടോ. ആണോ? എന്നാ പിന്നെ വൈകിട്ട് വരാം, എല്ലാം തീർത്ത് വെച്ച്. എന്നാ ശരി. എന്നാ ആലിസേ, മനുഷ്യർ പലതരത്തിലാവുള്ളൂ. ചിലർ കൂടുതലായിട്ട് സംസാരിക്കും, ചിലർ കുറച്ച് സംസാരിക്കും. ഉണ്ണിയാർച്ചയെ സംബന്ധിച്ച് അവരൊരു സാമൂഹ്യ ജീവിയാണ്, അവരൊരു രാഷ്ട്രീയക്കാരിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സമൂഹമായിട്ട് ഇടപെട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അതിന് പരിഹാരം കാണുക, സംസാരിക്കുക. അതിന്റെ ഭാഗമായിട്ട് അവർ സംസാരിക്കും. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ഇച്ചാൻ എന്തിനിങ്ങനെ വളവളവളവളാ പറയുന്നത്? വളവളയല്ല പറഞ്ഞത്. ആ സത്യവാലൻ സാർ എന്നിട്ട് അങ്ങനെയല്ലല്ലോ. സത്യവാലൻ സാർ ഒരു SI ആണ്, സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ അവർക്ക് സമൂഹമായിട്ട് കുറച്ച് മാറി നിന്നേ പറ്റുള്ളൂ. സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഈ സത്യപാലൻ സാർ എന്ന് പറയുന്നയാള് ചിലപ്പോൾ കാഷ്വൽ ആയിട്ട് സംസാരിച്ച് ശീലം ഉണ്ടാകത്തില്ല. അതാ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗം, അത്രേ ഉള്ളൂ. എന്ത് കുന്താണെങ്കിലും ഇന്നത്തോടുകൂടി പ്രശ്നം തീർന്നല്ലോ. ഇന്നത്തെ ഒരു ദിവസം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ എന്തോരം മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയോ? അത് നടന്നു. സന്തോഷമായ സന്തോഷം. ചായ ഈ പപ്പടവും കൂടെ എടുത്ത് കയറ്റി. അത് നമുക്ക് ഉച്ചക്ക് കേട്ടാം. സുമിത്ര, ഞാൻ ഇറങ്ങണേ. ആ അപ്പൊ പവിത്രന്റെ ഡ്യൂട്ടി ഇന്നത്തോടു കൂടി തീരും അല്ലേ? അല്ല, ആലീസ് ചേച്ചിയും ഡോക്ടറും അവിടുന്ന് വീട് മാറുവാണെങ്കിൽ പിന്നെ ഈ സത്യപാലൻ സാറിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. ഈ പ്രശ്നം ഇല്ലാത്തടത്ത് അത് സോൾവ് ചെയ്യാൻ പവിത്രേട്ടൻ പോകേണ്ട കാര്യമില്ലല്ലോ. ഇടി ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് വഴക്കുണ്ടാവും. അതായത് പുതിയതായി താമസത്തിന് ചെല്ലുന്ന ആ വാർഡിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ടാവും. ആ പെണ്ണുങ്ങളുടെ എല്ലാം കണക്ക് ആലീസ് എടുക്കും. അതിലേതെങ്കിലും ഒരു പെണ്ണ് ഡോക്ടർ സാറിനോട് സംസാരിച്ചാൽ ആലീസ് അന്ന് കത്തിയെടുക്കും. പിന്നെ സത്യപാലൻ സാറിൻ്റെ കാര്യം, ഡോക്ടർ മാറി കഴിയാൻ നേരത്ത് ആ വീട്ടിൽ പുതിയ താമസക്കാർ വരും. പിന്നെ സത്യപാലൻ സാറിൻ്റെ നോട്ടപ്പുള്ളികൾ അവരരിയും. അവരെ അവിടുന്ന് തുരത്താൻ സാറ് സകല പണിയും കാണിക്കും.
അല്ല ഈ സത്യവാലൻ സാർ പോലീസ് അല്ലേ? ഈ പോലീസുകാർക്ക് ഇങ്ങനെ കൂടെ തുടങ്ങിയ എന്നെ ചെയ്യും? ബെസ്റ്റ്, നീ നല്ല ആളെ കുറിച്ചായി പറയുന്നത്. എടി, ഈ ഡോക്ടറെയൊക്കെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ഈ പുള്ളി എന്തൊക്കെ പണി കാണിച്ചെന്നറിയോ? ആദ്യം ആലീസിനെ പ്രേതക്കഥ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കി. അത് പെട്ടുനില പൊട്ടി നശിച്ച് നാറാണക്കല്ല് പിടിച്ചു. രണ്ടാമത് വഴിയെ പോയൊരുത്തർ കള്ള് മേടിച്ച് കുടിപ്പിച്ചിട്ട് അവരുടെ വീടിൻ്റെ വാതകലിട്ട് തെറി പറയിച്ചു. ഡോക്ടർ ആരാ ടീം, അവനെ ഇടിച്ചവനെ റൊട്ടി പരുവാക്കി വിട്ട്. മൂന്നാമത്തത് ഒരു ഇച്ചിരി കടുത്തുപോയി. ഡോക്ടർ പൈസ കൊടുക്കാനോടൊന്ന് പറഞ്ഞ് കവലെ വെച്ച് ഒരുത്തൻ ചീത്ത വിളിച്ച് അവനെ പൊക്കിയെടുത്ത് ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി നോക്കി. എൻ്റെ കഷ്ടകാലത്തിന് ഇവനെ കൊണ്ട് സ്റ്റേഷനിൽ പോയത് ഞാനാ. ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി. എന്താ പേര്? സോളമൻ. വീട്? കോട്ടയം. ഞാൻ പവിത്രൻ്റെ അടുത്തല്ല ചോദിച്ചത്, ഞാൻ സോളമനോടാണ് ചോദിക്കണം. സോളമൻ പറയട്ടെ, എന്താ സോളമൻ്റെ പേര്? സോളമൻ. വീട് കോട്ടയല്ലേ? കോട്ടയം. എന്തിനാ ഇവിടെ വന്നേ? പവിത്രം വിളിച്ചോണ്ട് വന്നു. അതല്ല, കോട്ടയത്ത് നിന്ന് എന്തിനാ ഇവിടെ വന്നേന്ന്? സത്യം പറയാലോ സാറേ, എനിക്ക് ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പണ്ടേ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഞാൻ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വാങ്ങാൻ എനിക്കറിയാം. അങ്ങനെ വാങ്ങിക്കാനാണെങ്കിൽ എനിക്ക് പണ്ടേ കേസ് കൊടുക്കായിരുന്നു. അതെ, നിയമം കയ്യിലെടുക്കാനൊന്നും ഞങ്ങൾ ഇവിടെ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. അതിനാണ് ഇവിടെ പോലീസ് ഉള്ളത് കേട്ടോ. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരു കടലാസിൽ എഴുതി തരിക, ഞങ്ങൾ അന്വേഷിക്കും. എന്നിട്ട് ഏത് കൊലകൊമ്പനായാലും പൊക്കിയെടുത്ത് ഞാൻ അകത്തിടും. ഇത് പറയുന്നതേ SI സത്യപാലനാ. ഇനി പരാതി എഴുതി തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എഴുതിക്കോളാം. ഇവിടെ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമാണ്. എഴുതട്ടെ? സാറിന് നിർബന്ധമാണെങ്കിൽ സാർ എഴുതിക്കോ. സോളമൻ കോട്ടയത്ത് നിന്ന് എന്തിനാ ഇവിടെ വന്നേ? കാശ് വാങ്ങാൻ. എത്ര രൂപയാണ് കിട്ടാനുള്ളത്? 3 ലക്ഷം രൂപ. അത്രേ ഉള്ളൂ? ഈ 3 ലക്ഷം രൂപയാണോ സാറ് വൻ സാമ്പത്തിക തട്ടിപ്പെന്നൊക്കെ പറഞ്ഞത്? അല്ല, അതെ, ഇത് എനിക്ക് മാത്രം കിട്ടാനുള്ള കാശാ. ഇതുപോലെ വേറെ ഒരുപാട് പേർക്ക് കിട്ടാനുണ്ട്. ആ, അവരെയൊക്കെ സോളമൻ അറിയാമോ? പിന്നെ എനിക്കറിയാം. അവർക്കൊന്നും പരാതിയില്ലേ? അല്ല, വേണമെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് പരാതി കൊടുപ്പിക്കാമല്ലോ. അവരുടെയൊക്കെ ഫോൺ നമ്പറും അഡ്രസ്സൊക്കെ അറിയാമോ സോളമൻ? പിന്നെ അറിയാം. ആ, അതെന്തായാലും നന്നായി. എന്ത് പറഞ്ഞ അയാൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത്? ആര്? ആയിരുന്നു? ഇവിടെ നിങ്ങൾ എന്നാ പറഞ്ഞാണ് ഈ പറയുന്നത്? ഡോക്ടർ ജോർജ് കുട്ടി നിങ്ങൾക്ക് പൈസ തരാനില്ലേ? ആ പൈസ മേടിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ കോട്ടയത്ത് നിങ്ങളുടെ വരെ വന്നത്? ആരാ ഈ ജോർജ് കുട്ടി? അതായത് ജോർജ് കുട്ടി എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത്. എന്ന് ആര് പറഞ്ഞു? എൻ്റെ അച്ഛൻ പറഞ്ഞു. എൻ്റെ സോളമൻ ചേട്ടാ, ഇന്നലെ ജംഗ്ഷനിൽ വെച്ച് ഡോക്ടറെ തടഞ്ഞു നിർത്തി നിങ്ങൾ പൈസ ചോദിച്ചില്ലേ? ഏത് പൈസ? ഓ, നിങ്ങൾക്ക് തരാനുള്ള 3 ലക്ഷം രൂപ. ആര് തരാനുള്ളത്? ഓ, എൻ്റെ ചേട്ടാ, ഞാൻ നേരത്തെ വഴി വെച്ച് നിങ്ങളോട് ഞാൻ ചോദിച്ചായിരുന്നു, ജോർജ് കുട്ടി ഡോക്ടർ നിങ്ങൾക്ക് പൈസ തരാനല്ലേന്ന്. അന്നേരം നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് പൈസ തരാനുണ്ടെന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞോ? എൻ്റെ നാക്ക് ചൊറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഓ, അത് നിങ്ങളെന്നെ വഴിയിൽ വെച്ച് ചോദിച്ചു, ജോർജ് കുട്ടി ഡോക്ടർ എനിക്ക് കാശ് തരാനുണ്ടോ എന്ന്. ഞാനുണ്ടെന്ന് പറഞ്ഞു. ആ കാര്യമായി ഈ സാറ് ചോദിക്കുന്നത്. പവിത്ര, ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് 3 ലക്ഷം രൂപ കിട്ടാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് തരാനുള്ളത് ജോർജ് കുട്ടിയല്ലേ? അല്ലെങ്കിൽ ആ പൈസ വാങ്ങാനല്ലേ നിങ്ങൾ ഇവിടെ വന്നത്? ആണെങ്കിൽ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞോണം. ഇല്ലെങ്കിൽ എന്തോ പവിത്ര ഇത്? ആരായി പവിത്രൻ? ആരായി പവിത്രൻ? അത് ശരി, കാര്യം അത്രത്തേക്കും ആയോ? ഇവിടെ നിങ്ങൾ ഇത്ര നേരം ഞാൻ തോളമൻ ചേട്ടാ വിളിച്ചു. ഇനി എൻ്റെ നാക്കോണ്ട് വേറെ ഒന്നും വിളിപ്പിക്കില്ല. എന്താണ് കാണിക്കുന്നത്? പോലീസ് സ്റ്റേഷൻ. അവന്റെ മുഴുത്ത ഭ്രാന്താ. സാറിന് അങ്ങനെ പറയാൻ പാടില്ല. സാറിനല്ല, ഞാനിവിടെ നേരത്തെ കൊണ്ടുപോയില്ലേ. അവൻ ഈ സ്റ്റേഷൻ കത്തിക്കും. സാറിന്റെ ജീവനോടെ വേണമെന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, അല്ലെ അവൻ സാറിന്റെ പോസ്റ്റ്മോർട്ടം നടത്തും. ഹലോ ഹലോ ഹലോ, ഇടയ്ക്ക് എന്താടാ നിന്റെ ശബ്ദം? ഇടയ്ക്ക് എന്താ ഇന്ന് ഞാൻ കൊല്ലുവാ.
വലിയ പോലീസുകാരനാ പുള്ളി. എടി ഒന്നെങ്കിൽ തല്ലുന്നവനെ തിരിച്ചു തല്ലാനുള്ള തൻ്റെ ഇടം വേണം, അല്ലെ അടി കണ്ടാൽ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നോക്കണം. ഇത് രണ്ടും ഈ കിഴക്കൻ അറിയാൻ മേല. നിന്ന് മേടിക്കുമായിരുന്നു ന്യായമായ രീതിയിൽ. അപ്പൊ ഇന്നു മുതൽ സത്യവാലൻ സാർ പുതിയ വാടകക്കാര്യം പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും. അതിനേക്കാൾ ഭീകരമാകാൻ പോകുന്നത് ആ പാവം ഡോക്ടറുടെ കാര്യമാടി. അതെന്നാ? ലോകത്തില്ലാത്ത കള്ളത്തരമെല്ലാം പറഞ്ഞാ പുള്ളി ആ വീട് മാറുന്നത്. ഇനി ഡോക്ടറുടെ മനസ്സിലൊരു പെണ്ണാണെന്ന് ആലീസ് അറിയുന്ന ദിവസം ഡോക്ടറുടെ ഡെഡ് ബോഡി ഒരു ആംബുലൻസിലായിരിക്കും കോട്ടയത്തേക്ക് കൊണ്ടുവന്നത്. കേട്ടിട്ട് തന്നെ തലവരക്കുന്നു. നന്നായിട്ട് പാക്ക്. ചായ എന്താ ചായ മുഖത്ത് ആകെ ടെൻഷൻ? ടെൻഷനാ? ഇച്ചാനും കൂടെ പറഞ്ഞിട്ടല്ലേ നമ്മൾ വീട് മാറാൻ തീരുമാനിച്ചത്? ഇച്ചിരി ടെൻഷനുണ്ട്. നമ്മൾ പുതിയൊരു സാഹചര്യത്തിലേക്ക് പോവല്ലേ, അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ കിടപ്പുണ്ട്. അതൊക്കെ മാറിക്കോളും. ഇച്ചായ, ഞാൻ നമ്മുടെ പുതിയ വീട്ടിൽ ചെന്ന എന്താണെന്നറിയോ ആദ്യം ചെയ്യാൻ പോണത്? ആദ്യം വീടൊക്കെ ഒന്ന് നല്ലപോലെ പരിചയപ്പെടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിസരത്തൊക്കെ ആരാ താമസിക്കുന്നതെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് അവരുടെ സ്വഭാവമൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കും. അത് വേണോ? നല്ലതായി ചായ. അവരുടെ സ്വഭാവമൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പെരുമാറിയാൽ മതിയല്ലോ. പിന്നെ മറ്റേ ഹൗസ് ഓണറും ഭാര്യയില്ലേ, അവരൊന്ന് പരിചയപ്പെടണം. ഇച്ചാനല്ലേ പറഞ്ഞ ആള് നല്ല മനുഷ്യനാന്ന്? നല്ല മനുഷ്യനാ, വളരെ നല്ല മനുഷ്യനാ. ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോ ഇച്ചാനെ മനസ്സിലായോ ആള് നല്ല മനുഷ്യനാണെന്ന്? ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ട ആളുകളെന്ന് ഇങ്ങനെ വിലയിരുത്തല്ലേ. പിന്നെ ഭാര്യയെ ഞാൻ കണ്ടില്ല. ഭാര്യ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ചെല്ലുമ്പോൾ ഓമനക്കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്നായി. അവരെ ഒന്നും പരിചയപ്പെടണ്ട. പരിചയപ്പെട്ട് കഴിഞ്ഞ് ഇതൊക്കെ അങ്ങ് കുരിശാവുച്ചായ നമുക്ക് നമ്മുടെ കാര്യം, അവർക്ക് അവരുടെ കാര്യം മതി. പിന്നെ ഓമനക്കുട്ടി ഒരു കാര്യം പറഞ്ഞേ, ഈ വീട് നോക്കുന്നതേ ഓമനക്കുട്ടൻ്റെ അമ്മായിയച്ഛനാ. ഈ അമ്മായിയച്ഛൻ ഒരു ശല്യക്കാരനാ. അപ്പോൾ അയാൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ വീട്ടിൽ കയറി ഇടപെടും. അപ്പോൾ അയാളെ മൈൻഡ് ചെയ്യണ്ട. അത് കൊള്ളാല്ല. നമ്മൾ വാട് കൊടുക്കുന്ന വീട്ടിൽ വന്ന് അയാൾ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനാ? അങ്ങനെയാണെങ്കിൽ അയാൾ വിവരം അറിയും. ഞാൻ ആരാ വന്നെന്ന് നോക്കിട്ട് വരാം. ഡോക്ടറെ, എന്തായി തയ്യാറെടുപ്പുകളൊക്കെ? എന്നിട്ട് നമുക്ക് പോകണ്ടേ? കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നാ. ഓക്കെ അല്ലേ? സെറ്റല്ലേ? കാര്യങ്ങളെല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റാണ്. ഇത്രയും നാൾ ഇവിടെ താമസിച്ചല്ലേ, അപ്പം മാറുമ്പോൾ ഒരു പ്രയാസം. ആലീസ് ആണുണ്ട്. ആലീസ് നല്ല സന്തോഷത്തിലാണ്. വന്ന അന്ന് തൊട്ട് ഈ ഉണ്ണിയാർച്ച അപ്പുറത്തുള്ളതുകൊണ്ട് ഇവിടെ മാറണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. അത് സഹായിച്ചതിൻ്റെ സന്തോഷമുണ്ടോ ഒക്കെ? ഒന്ന് ആലോചിച്ചാലേ മാറുന്നതാണ് നല്ലത്. അതോടുകൂടി എൻ്റെ നെഞ്ചത്ത് കയറുന്നത് നിർത്തുമല്ലോ. അതെ അതെ. മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം സമാധാനമല്ലേ. ആ മനസമാധാനം എനിക്ക് കിട്ടും. നല്ല. പിന്നെ അവരിവിടെ വന്ന് നിൽക്കുമ്പോൾ നിഷ്കളങ്കമായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴേ ഒരു രസമായിരുന്നു. പിന്നെ സത്യപാലൻ സാറും ഉണ്ട കണ്ണൊക്കെ തള്ളി അവിടെ വന്ന് പോയി. നേരത്തെ വന്നാ? ഇല്ല, ഞാൻ എന്തായി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൂടെ വന്നാ. അപ്പൊ എന്തായാലും എനിക്ക് പോയിട്ട് 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ പോയിട്ട് ഒരു 4-5 മണി അന്നേരം ഞാൻ തിരിച്ചു വരാം. ഒരു സെക്കൻഡേ, എൻ്റെ ഫോൺ ഇറങ്ങിയെന്ന് പോരാ. ആലീസേ, ആലീസിന്റെ മുഖമൊക്കെ ഭയങ്കര തെളിച്ചമാണല്ലോ. ഞാനിവിടെ വന്നതിൽ പിന്നെ ആലീസ് ഇത്രയും മുഖം തെളിഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. പവിത്ര എങ്ങനെ തെളിയാതിരിക്കും? ഞാൻ ഈ വന്ന അന്ന് തൊട്ട് ആ പെണ്ണുപിള്ളനെ സഹിച്ചോണ്ടിരിക്കുക. ഇനി എന്തായാലും അത് വേണ്ടല്ലോ. അല്ല, അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും പറയാറായിട്ടില്ല. കാര്യം അവരിവിടുത്തെ ഒരു മെമ്പറാ. അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വീണ്ടും നിങ്ങളുടെ അങ്ങോട്ട് വരേണ്ടി വന്നാലോ? വന്നാലേ അവസാനത്തെ വരവായിരിക്കും. അല്ലേ, ഇനിയിപ്പൊ അവര് വന്നില്ലെങ്കിലും വേറെ ആരെങ്കിലും ഒക്കെ വരാൻ പാടില്ലെന്നില്ലല്ലോ. എന്റെ പവിത്ര, അതാ എന്റെ സന്തോഷം. ഇച്ചായനെ പരിചയമുള്ള ഒരാളും ആ ഭാഗത്തില്ലെന്നാ പറഞ്ഞത്. ഇനി പുതിയ പരിചയക്കാരുണ്ടാവാതിരുന്നാ മതിയല്ലോ. ഇനി പരിചയപ്പെടാൻ ആരെങ്കിലും വന്നാ അവർക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങള് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു നിങ്ങള്. പവിത്രനെ ചായ എടുക്കട്ടെ? എടുത്തോണ്ടോ? ചായ വേണോ? എനിക്ക് വേണ്ടടി. ഡോക്ടറെ, ഞാൻ പറയുന്നോണ്ട് വേറെ ഒന്നും തോന്നരുത്. ആലീസിന്റെ മട്ടും ഭാവവും കണ്ടിട്ട് ഡോക്ടറുടെ ഭാവി പോക്കാന്ന് എനിക്ക് തോന്നുന്നത്. 1-2 ദിവസമൊക്കെ നമുക്കിത് മറച്ചു വെക്കാം. കുറച്ച് ദിവസം കഴിയാൻ നേരത്ത് ഈ പറയുന്ന ഓമനക്കുട്ടനും സുലോചനയൊക്കെ സാറിന്റെ കമ്പനിക്കാരാണെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പൊളിയും. നാവെടുത്ത് വളയ്ക്കല്ലേ. ഒന്നാമത് മനുഷ്യന്റെ ഹൃദയമെടുപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. നാളെ മുതൽ എൻ്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും.